വെൽക്കം ബാക്ക് ടു കൈറ ക്രിയേഷൻസ്. ഞാൻ യൂട്യൂബിൽ ആഡ് ചെയ്യുന്ന ആറാമത്തെ ലോങ് വീഡിയോ ആണിത്. ഇലാസ്റ്റിക് ഹെഡ് ബാൻഡ്. ബാക്കിയുള്ളത് കൂടി എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതിൻ്റെ സ്കെച്ച് വരച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ഫാബ്രിക്കും ഒരു ഇലാസ്റ്റിക്കും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഹെഡ് ബാൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ 2 ഫാബ്രിക്കും ഒരു ഇലാസ്റ്റിക്കും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഇതിനകത്ത് തന്നെ കാണിക്കാം. ഇതിനെടുക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 3/4 വിഡ്ത്തും അതുപോലെ ലെങ്ത് 6 ഇഞ്ചും. ഇനി നമ്മൾ ഈ വലിയ ഫാബ്രിക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് റോങ് സൈഡ് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ ഫാബ്രിക്കും അതുപോലെ ഒന്ന് തിരിച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 ഫാബ്രിക്കും ഇങ്ങനെ എൻഡ് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറിയ ഫാബ്രിക്കിലാണ് നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ 2 ഫാബ്രിക്കും ജോയിൻ്റ് ചെയ്യേണ്ട ഭാഗം ഒന്ന് ഈക്വൽ വിഡ്ത്താക്കി കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഫാബ്രിക് ഇതുപോലെ വെച്ചിട്ട് ഒരു ചോക്ക് മാർക്കർ ഉപയോഗിച്ചിട്ട് അവിടെ ഒന്ന് അതിൻ്റെ സെയിം മെഷർമെൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഫാബ്രിക്കിൻ്റെ അതേ മെഷർമെൻറ്റ് തന്നെ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗമായിട്ട് ഒന്ന് കർവായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊണ്ടുവരിക. ഇതുപോലെ ഒന്ന് കർവായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, 2 ഫാബ്രിക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ എൻഡ് വശം ഒന്ന് ഈക്വലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു മാർക്ക് ചെയ്തതിൽ കൂടെ ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് കൊടുക്കുക. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ആവും, കുറച്ചും കൂടി സ്ട്രോങ് ആവും. സീം അലവൻസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒരു കത്രിക ഉപയോഗിച്ച് ഇതിനെ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ സീം അലവൻസ് കട്ട് ചെയ്യുക. ഇവിടെ കുറച്ചുകൂടി സീം അലവൻസ് കൂടുതൽ കട്ട് ചെയ്യണം, കാരണം നമുക്ക് ഇതിലെ കൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 2 ഫാബ്രിക് ഞാൻ തിരിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ലെങ്ത് വിഡ്ത്ത് ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഫാബ്രിക്കിൻ്റെ ചുളുക്കൊക്കെ മാറാനായിട്ട് ഒന്ന് വൃത്തിയായിട്ട് തേച്ച് കൊടുക്കുക. അങ്ങനെ ഞാൻ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇലാസ്റ്റിക് നമ്മുടെ ആ എൻഡ് പോർഷനിലെ ഫാബ്രിക്കും എല്ലാം കൂടി ഒന്ന് ഉപയോഗിച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കുക. അതുപോലെ അതിൻ്റെ മറു സൈഡും അതുപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കുക. ഇനി ആ 2 ഫാബ്രിക്കും പിന്നെ സാവധാനം മാറ്റിയിട്ട് 2 ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാൻഡിൻ്റെ ആ വലിയ ഫാബ്രിക് നമ്മൾക്ക് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഒന്ന് മടക്കി കൊടുക്കുക. അത് നീറ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് സാവധാനം ഒന്ന് എല്ലാ സൈഡും ഈക്വലായിട്ട് നോക്കി ഒന്ന് സാവധാനം ഒരേപോലെ ആക്കി മടക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഫാബ്രിക് അതിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുക്കുക, ഒരു 1/2 ഇഞ്ചോളം. അതിനുശേഷം നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ലോക്ക് ചെയ്തിട്ട് 2 പ്രാവശ്യം ഒരു ടോപ്പ് സ്റ്റിച്ച് അതിൻ്റെ മുകളിൽ കൂടെ കൊടുക്കുമ്പോൾ അതങ്ങ് സെക്യൂർ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ മറു സൈഡും അതുപോലെ തന്നെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സൈഡ് തിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കറക്റ്റ് നോക്കി കറക്റ്റ് പിടിച്ച് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഇലാസ്റ്റിക് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ ബാൻഡിൻ്റെ 2 ഇഞ്ച് കുറച്ച് ലെങ്ത് എടുത്താൽ കുട്ടികൾക്കും ഇത് കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ചാനൽ 100 സബ്സ്ക്രൈബർ ക്രോസ് ചെയ്തേക്കുവാണ്. എല്ലാവരോടും അതിൻ്റെ സന്തോഷവും നന്ദി അറിയിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.